മയ്യത്തിനെ കാണുക എന്ന പരിപാടി തീരെ നല്ലതല്ല. കുളിപ്പിക്കുമ്പോ വരെ, കുളിപ്പിക്കണ നേരത്ത് വരെ മുട്ടുപൊക്കിലിട കാണൽ തൊടൽ രണ്ടും ഹറാമാണ്. അല്ലാത്ത ഭാഗം ആവശ്യമില്ലെങ്കിൽ കറാഹത്തുമാണ്. ഞാൻ കുളിപ്പിക്കുമ്പോ പറഞ്ഞുതരാം, ഇടക്ക് വെച്ച് പറഞ്ഞത്. അത് വലിയൊരു ഗൗരവമാണ്. നമ്മളൊക്കെ ഈ മയ്യത്ത് കാണുക എന്ന് പറഞ്ഞ ഇബ്രാഹിം മൗലിയാർ ക്ലാസ്സിന് ഞങ്ങളവിടത്ത് വന്നപ്പോ ഒരു സങ്കടം പറഞ്ഞു. ഞങ്ങളെ പേര് പറയൽ നിങ്ങൾ ആരും വ്യസനിക്കരുത്. PV മുഹമ്മദ് സാഹിബ് മരണപ്പെടുമ്പോ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ സ്പീക്കറിൽ അനൗൺസ് ചെയ്യാം, ഇനി പുരുഷന്മാരൊക്കെ ഒന്ന് മാറി നിൽക്കി, ഇനി സഹോദരിമാർക്ക് കാണാനുള്ള അവസരമാണ്. അപ്പോഴാ ഞാനാണ്ട് കയറി ചെന്നത്. ഈ അനൗൺസറോട് ഞാൻ പറഞ്ഞു, എന്ത് മനുഷ്യനാ ഞങ്ങൾ, ആരെ കാണാൻ ഞങ്ങൾ ഈ പറയണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞൂടെ, ഇവിടെ ഒന്നും ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ. എന്റെ തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. മമ്പാട് ഒരു സഹോദരി മരണപ്പെട്ടിരുന്നു. അങ്ങനെ മരിച്ച അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു സാമൂഹ്യ പ്രവർത്തനം, ഞങ്ങളെ വലിയൊരു പരിചയം, ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4-5 ആള്, മമ്പാട് ഒരു തങ്ങളുണ്ട്, കിടങ്ങായി മലവിദാരിമിയുണ്ട്, ഞാനുണ്ട്, ഒരു മഞ്ചേരി അബ്ദുറഹ്മാൻ ഹാജി, ഞങ്ങളൊക്കെ പോവാ. ഇങ്ങനെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോ ഈ പെണ്ണിന്റെ ജനാസ മുഖണ്ട് വെളിവാക്കിയിട്ട് പരസ്യമായിട്ട് മിറ്റത്ത് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ കാണാം. അപ്പൊ എന്നോട് ഈ അലവിദാരിമി പറഞ്ഞു, ആ കവി ഏതായാലും നമ്മൾ ഇവിടെ വന്നു, നമ്മൾ ഒന്നും പറയാൻ ഞാൻ പടച്ചോണ്ടിരുന്ന് നമുക്ക് കുറ്റം കിട്ടൂല ചോദിച്ചു. പ്രശ്നമാക്കാത്തവർക്ക് പറയണം എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു കാരണമില്ല. അയാളെ മുഖം കണ്ടിട്ട് തന്നെ റാഹത്ത്. അയാൾ ഞങ്ങൾ സ്വകാര്യമായിട്ട് വിളിച്ചു, ഞങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്ട് ഇത് പറയേണ്ട, നിങ്ങളതൊന്ന് പറഞ്ഞാൽ വളരെ, ഞാൻ പറഞ്ഞോളാം, പാടില്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അയാളോട് നിന്നുണ്ട്, എന്താ അതൊരു പ്രദർശന വസ്തുവാ, നിങ്ങൾ എന്താ മനസ്സിലാക്കി മാറിക്കവിടുന്ന് പറഞ്ഞു. എല്ലാരെയാണ് മാറ്റിയിട്ട് മുഖാണ്ട് അടച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ ആരും അതിൽ പ്രയാസം തോന്നരുത്. ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവർ അല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ, ആരാണോ സൗകര്യം ചെയ്തു കൊടുത്തത് അവർക്ക് അത് വലിയ കുറ്റവും ശിക്ഷാർഹവും തെറ്റുമാകുന്നു എന്ന് അള്ളാനെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുമ്പിൽ ഞാൻ ഈ വിഷയം ഉണർത്തുന്നു. അള്ളാഹു സാക്ഷി, തെറ്റാണ്. ഒരാണു മരിച്ചാൽ ആണുങ്ങൾക്ക് കാണാം, അത് അമുസ്ലിമീങ്ങളായ ആണുങ്ങൾക്ക് വരെ കാണാം. തൊട്ടാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളാകുന്ന സ്ത്രീകൾക്കും കാണാം. ഇതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കാണാം. കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളെ പോയിട്ടുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കണം. അമ്മോന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, ഇളയമ മൂത്താപ്പാര മക്കളൊക്കെ തൊട്ടാൽ ഒതു മുറിയുന്നവരും കല്യാണം അനുവദിക്കപ്പെട്ടവരും അന്യരുമാകുന്നു ശറഅന്റെ നിയമം. നമ്മളൊക്കെ വല്ല കാര്യം മനസ്സിലാക്കിയോ? എങ്ങനെ പടച്ചറബിന്റെ ദീനിൽ അത്യാവശ്യം ഗൗരവമാണ്. 10 വയസ്സായ ആങ്ങളെയും പെങ്ങളെയും ഒപ്പം ഒരേ ബെഡിലോ ഒരേ പായലോ കടക്കൽ ഹറാമാണെന്ന് ലോകത്തെ പറഞ്ഞത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വന്തം പിതാവും മോളും, 10 വയസ്സായ മോളും പിതാവും കൂടെ കിടക്കൽ ഹറാമാണ്. 10 വയസ്സായ മോനും ഉമ്മയും കൂടെ കിടക്കൽ ഹറാമാണ്. എത്ര വലിയ ഷെയ്ഖോ മശായിഖോ ഉസ്താദോ മൂല്യാരോ ആജിയാരോ എത്ര നല്ല ആളായിക്കോട്ടെ, ഒരന്യ ആണും പെണ്ണും ഒരു റൂമിൽ തനിച്ചാകൽ ഹറാമാണ്. ഇതൊക്കെ അള്ളാന്റെ ദീൻ പറഞ്ഞതാണ്. വളരെ ഗൗരവമാണ്. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിഷിദ്ധമാകുന്ന ദർശനം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത്. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, ഒരാൾ ഇവിടെ അങ്ങനെ നിൽക്കും, എന്നിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ പൊന്തിച്ച് മുഖം കാട്ടിക്കൊടുക്കും. അന്യ ആൾക്കാർക്കാണോ കാട്ടിക്കൊടുക്കുന്നത്? ഹറാമിന്റെ കുറ്റം ഈ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഇവൻ പേറും, നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ ദീൻ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹറാമാകുന്നു. ജീവിതത്തിൽ ആർക്കാണോ കാണൽ ഹലാല് അവർക്ക് മാത്രമേ മരിച്ചിട്ടല്ലേ, ഏതായാലും ഒരു നോട്ടല്ലേ, അവിടെ പിന്നെ ആകാത്ത ചിന്തയൊന്നുമില്ലല്ലോ എന്നൊരു ന്യായം ഇവിടെ പരിശുദ്ധമായ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ആ ന്യായം, അങ്ങനെ ഒരു ന്യായം ഇല്ല. ജീവിതകാലത്തിലുള്ള ഹലാല് മാത്രമേ ഹലാലുള്ളൂ. ഒരു മുസ്ലിം ഹജ്ജുമേ മരിച്ചത്, അന്യ അയൽ വീട്ടിലെ ജലജ ചേച്ചി വന്നു, രാധാ ടീച്ചർ വന്നു, അതിന് കേടില്ല. മുസ്ലിമത്തായ പെണ്ണിനെ അമുസ്ലിമത്തായ പെണ്ണിനു കാണാം. മുസ്ലിമായ തങ്ങളെ വേറെ ഏതോ ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യാനി സഹോദരനോ ആണ്, രണ്ടും ആണാണല്ലോ, കാണാം. ആണുങ്ങൾ തമ്മിൽ കാണാം, മതം രണ്ടായാലും. പെണ്ണുങ്ങൾ തമ്മിൽ കാണാം, മതം രണ്ടായാലും. പെണ്ണിനെ പെണ്ണുങ്ങൾക്ക് ഏത് മതക്കാർക്കും കാണാം. ആണുങ്ങൾ കാണണമെങ്കിൽ തൊട്ടാലൊന്നും മുറിയാത്ത വിധമുള്ള കുടുംബ ബന്ധമുള്ളവരാകണം, അല്ലെങ്കിൽ കാണാൻ പാടില്ല. അതിന്റെ
رسول الله خذ بأيدينا قلت هيلتنا أدركنا رسول الله يا رسول الله خذ بأيدينا قلت هيلتنا أدركنا